ആകാശവാണി വാർത്താവീക്ഷണം. കാനഡയെ നയിക്കാൻ മാർക്ക് കാർണി, ഡൊണാൾഡ് ട്രംപിന് പറ്റിയ എതിരാളി. തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം ബിന്ദു വിനോദ്. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള ധനകാര്യ വിദഗ്ധനായി അറിയപ്പെടുന്ന മാർക്ക് കാർണിയോട് താങ്കൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമോ എന്ന് കുറച്ചുനാൾ മുൻപ് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. എന്തിനാണ് ഞാൻ സർക്കസിലെ കോമാളിയാകുന്നത് എന്നായിരുന്നു മാർക്ക് കാർണിയുടെ മറുപടി. മാസങ്ങൾ കഴിയുമ്പോൾ മാർക്ക് കാർണി രാഷ്ട്രീയക്കാരനായി എന്ന് മാത്രമല്ല, കാനഡയുടെ 24ാം പ്രധാനമന്ത്രി പദവിയിലുമെത്തി. പരാജയപ്പെട്ട പ്രധാനമന്ത്രി എന്ന നാണക്കേടുമായി ജസ്റ്റിൻ ട്രൂഡോ പടിയിറങ്ങിയപ്പോൾ കനേഡിയൻ രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ഉദിച്ചുയരുകയായിരുന്നു 59-കാരനായ മാർക്ക് കാർണി. മുൻപൊരിക്കലും ഒരുവിധത്തിലുമുള്ള രാഷ്ട്രീയ പദവിയും വഹിക്കാതെ മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയാകുന്നു എന്നതും ശ്രദ്ധേയം. 2 രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്ക് മേധാവിയായിരുന്നു കാർണി. കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ രാജ്യം നിൽക്കെയാണ് പ്രധാനമന്ത്രി പദവിയിൽ എത്തുന്നത്. ബാങ്കറുടെ കണിശമായ സാമ്പത്തിക കണക്കുകൂട്ടലുകൾ കൊണ്ട് രാജ്യത്തെ രക്ഷിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി എന്ന് സർവേ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുമ്പോൾ ട്രംപിന്റെ സാമ്പത്തിക ഉപരോധത്തെ പ്രതിരോധിക്കാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് കനേഡിയൻ ജനതയും ആശങ്കപ്പെടുന്നു. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നു, അയാൾ വിജയിക്കാൻ അനുവദിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപിനെ ഉന്നമിട്ട് മാർക്ക് കാർണി പ്രതികരിച്ചതിൽ നിന്ന് തന്നെ ട്രംപിനൊത്ത എതിരാളിയാണ് കാനഡയെ ഇനി നയിക്കാൻ പോകുന്നതെന്ന് ലോകവും മനസ്സിലാക്കുന്നു. രാഷ്ട്രീയത്തിലെ പരിചയമില്ലായ്മ ഒരു പോരായ്മയാണെങ്കിലും വടക്കേ അമേരിക്കയിലെയും UK-യിലെയും സാമ്പത്തിക വെല്ലുവിളികളെ വിജയകരമായി കൈകാര്യം ചെയ്തും ഏകോപിപ്പിച്ചും കാർണിക്ക് മികച്ച അനുഭവ പരിചയമുണ്ട്. US-ന്റെ വ്യാപാര യുദ്ധമാണ് കാർണിക്ക് മുന്നിലെ മുഖ്യ വെല്ലുവിളി. ട്രംപിന്റെ താരിഫ് നിയന്ത്രണങ്ങൾ മറികടക്കണം. കാനഡയെ US സ്റ്റേറ്റ് ആക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്കെതിരെ ജനങ്ങളെ ഒരുമിപ്പിക്കണം. രാജ്യത്തെ വിലക്കയറ്റവും കുടിയേറ്റ നിരക്കും കുറയ്ക്കണം. വഷളായ ഇന്ത്യ ബന്ധം ഉൾപ്പെടെ നേർവഴിയിലാക്കണം. പാർട്ടിയുടെ പഴയ ജനപ്രീതി തിരിച്ചുപിടിക്കണം. അങ്ങനെ പരിഹാരം കണ്ടെത്താൻ പ്രശ്നങ്ങൾ ഏറെയുണ്ട് കാർണിയുടെ മുന്നിൽ. ഈ പ്രതിസന്ധികളെല്ലാം മറികടക്കാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മാർക്ക് കാർണിയുടെ മുന്നിലുള്ളതാകട്ടെ കഷ്ടിച്ച് 7 മാസവും. കഴിഞ്ഞ ജനുവരിയിൽ ധനകാര്യമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചതോടെയാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പുറത്തുപോകേണ്ടി വന്നത്. ഭരണ സഖ്യകക്ഷിയായ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം പാർലമെന്റിൽ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും സ്വന്തം പാർട്ടിയിൽ നിന്ന് എതിർപ്പ് ശക്തമായതിനു പിന്നാലെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജി പ്രഖ്യാപിക്കേണ്ടി വന്നു. 9 വർഷം കാനഡയെ നയിക്കാനായതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നതായി ട്രൂഡോ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിനെ തുടർന്നാണ് ഭരണപക്ഷമായ ലിബറൽ പാർട്ടിയിലെ മുൻനിര നേതാക്കളെ പരാജയപ്പെടുത്തി പാർട്ടിയുടെയും സർക്കാരിന്റെയും അമരത്തേക്ക് മാർക്ക് കാർണി എത്തിയത്. മുൻ ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായിരുന്ന ക്രിസ്റ്റിയ ഫ്രീലാൻഡ്, മന്ത്രിസഭാംഗം കരീന ഗൌൾഡ്, ബിസിനസ്സുകാരനും മുൻ MPയുമായ ഫ്രാങ്ക് ബെയ്ലിസ് എന്നിവരെ പരാജയപ്പെടുത്തി 85% വോട്ട് നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് കാർണി ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് എത്തുന്നത്. വരുന്ന ഒക്ടോബർ 20-ന് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി. പ്രതിപക്ഷമായ കൺസർവേറ്റീവുകൾക്ക് മുന്നിൽ പതറി നിൽക്കുന്ന സ്വന്തം പാർട്ടിയുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കാർണിക്ക് കഴിയുമോ എന്ന സംശയം ഉന്നയിച്ചവർക്ക് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന സർവേ ഫലങ്ങൾ ഉത്തരം നൽകുന്നു. ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ലിബറൽ പാർട്ടിക്കുള്ള ജനപിന്തുണ 20% തെരഞ്ഞെടുപ്പ് നടന്നാൽ കൺസർവേറ്റീവുകൾ ഭരണത്തിലെത്തുമെന്ന് എല്ലാ സർവേ ഫലങ്ങളും പ്രവചിച്ചു. എന്നാൽ മാർക്ക് കാർണി നേതൃനിരയിൽ എത്തിയതിനു തൊട്ടുപിന്നാലെ ജനപിന്തുണ 30% ഉയർന്നു. ട്രംപിന്റെ തീരുവ ചുമത്തലും അധിനിവേശ ഭീഷണിയും ലിബറലുകളുടെ പിന്തുണയെ സഹായിച്ചുവെന്നതും സത്യം. കാർണിയുടെ സാമ്പത്തിക വൈദഗ്ധ്യത്തെക്കുറിച്ച് കാനഡക്കാർക്ക് സംശയമില്ല. എന്നാൽ വർത്തമാനകാല പ്രായോഗിക രാഷ്ട്രീയത്തിൽ തികച്ചും പുതുമുഖമാണ് കാർണി. സർക്കാർ ചെലവുകൾ നിയന്ത്രിക്കുക, ഭവന നിർമ്മാണത്തിൽ വർദ്ധിച്ച നിക്ഷേപം, കുടിയേറ്റത്തിന് താൽക്കാലിക പരിധി എന്നിങ്ങനെ വിപുലമായ വാഗ്ദാനങ്ങൾ കാർണി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ജനങ്ങളുടെ പോക്കറ്റിലേക്ക് കൂടുതൽ പണം എത്തിക്കുന്നതിനുള്ള പദ്ധതി തന്റെ പക്കലുണ്ടെന്നാണ് അദ്ദേഹം ആളുകൾക്ക് നൽകിയ ഏറ്റവും വലിയ ഉറപ്പ്. ആഗോള പൗരൻ എന്ന വിശേഷണം മാർക്ക് കാർണിക്ക് യോജിക്കും. കാനഡയുടെ വടക്കു പടിഞ്ഞാറ് മേഖലയിലെ ഫോർട്ട് സ്മിത്ത് എന്ന ഗ്രാമത്തിലാണ് കാർണിയുടെ ജനനം. ഗോൾഡ്മാൻ സാക്സിൽ 13 വർഷം ജോലി ചെയ്തു. 2003-ൽ ബാങ്ക് ഓഫ് കാനഡയിൽ ഡെപ്യൂട്ടി ഗവർണറായി ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് ധനകാര്യ വകുപ്പിൽ സീനിയർ അസോസിയേറ്റ് ഡെപ്യൂട്ടി മന്ത്രിയായി. 2007-ൽ 42-ാം വയസ്സിൽ കാർണി ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറായി.
2008 സാമ്പത്തിക മാന്ദ്യത്തിൽ ലോകരാജ്യങ്ങളെല്ലാം ആടിയുലഞ്ഞപ്പോൾ കാനഡ കരകയറിയതിനു പിന്നിൽ മാർക്ക് കാർണിയുടെ കണക്കുകൂട്ടൽ തെറ്റാത്ത സാമ്പത്തിക നീക്കങ്ങളായിരുന്നു. കുറഞ്ഞ പലിശ നിരക്ക് 1 വർഷത്തോളം നിലനിർത്തിയാണ് പ്രതിസന്ധിയെ മാർക്ക് കാർണി മറികടന്നത്. ലോകവിപണികൾ തകർന്നിട്ടും ബിസിനസ്സുകാർ കാനഡയിൽ ധൈര്യപൂർവ്വം നിക്ഷേപം തുടർന്നു. 2010 ടൈം മാഗസിൻ പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 25 വ്യക്തികളിൽ ഒരാളായിരുന്നു കാർണി. 2011 റീഡേഴ്സ് ഡൈജസ്റ്റ് കാനഡ അദ്ദേഹത്തെ ഏറ്റവും വിശ്വസ്തനായ കനേഡിയൻ ആയി തിരഞ്ഞെടുത്തു. ഇതേ വർഷം യൂറോമണി മാഗസിൻ മികച്ച സെൻട്രൽ ബാങ്ക് ഗവർണറായി തിരഞ്ഞെടുത്തതും മാർക്ക് കാർണിയെ ആയിരുന്നു. ചരിത്രം തിരുത്തിയാണ് 2013 മാർക്ക് കാർണി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറായത്. 300 വർഷത്തെ പഴക്കമുള്ള ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ബ്രിട്ടീഷ് പൗരന്മാർ മാത്രമേ ഗവർണർ പദവിയിലെത്തിയിട്ടുള്ളൂ. ആ ചരിത്രമാണ് കനേഡിയൻ പൗരനായ മാർക്ക് കാർണി തിരുത്തിക്കുറിച്ചത്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകാനുള്ള UK തീരുമാനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിച്ചത് കാർണിയുടെ ഇടപെടലുകളായിരുന്നു. ബാങ്കിന്റെ വാർഷിക പലിശ നിരക്ക് യോഗങ്ങളുടെ എണ്ണം 12 നിന്ന് 8 കുറച്ചു. പലിശ നിരക്ക് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിനൊപ്പം മിനിറ്റ്സ് പ്രസിദ്ധീകരിച്ചതും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു. അക്കാലത്ത് റോക്ക് സ്റ്റാർ സെൻട്രൽ ബാങ്കർ എന്ന അപൂർവമായ വിശേഷണത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. 2020 വരെ അദ്ദേഹം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഗവർണർ പദവിയിൽ തുടർന്നു. ഇതേ വർഷം ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ പ്രവർത്തനത്തിനും ധനകാര്യത്തിനുമുള്ള പ്രത്യേക പ്രതിനിധിയായി കാർണി നിയമിതനായി. 2021 കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും കൂട്ടായ്മയായ ഗ്ലാസ്ഗോ ഫിനാൻഷ്യൽ അലയൻസ് ഫോർ നെറ്റ് സീറോയ്ക്ക് തുടക്കം കുറിച്ചതും കാർണിയായിരുന്നു. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിക്കുമ്പോൾ പരിചയത്തിലായ ബ്രിട്ടീഷുകാരി ഡയാന ഫോക്സിനെയാണ് മാർക്ക് കാർണി വിവാഹം ചെയ്തത്. വികസിത രാഷ്ട്രങ്ങളിലെ സാമ്പത്തിക കാര്യ വിദഗ്ധയാണ് ഡയാന. ഇവർക്ക് 4 മക്കളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളും കുടിയേറ്റവും കനേഡിയൻ ജനത നേരിടുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ അതിനേക്കാൾ അവരെ ഭയപ്പെടുത്തുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധമാണ്. കാനഡയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്നു അമേരിക്ക. അധികാരത്തിലെത്തിയതിന് പിന്നാലെ ശത്രു രാജ്യത്തോടെന്ന പോലെയാണ് ഡൊണാൾഡ് ട്രംപിന് കാനഡയോടുള്ള മനോഭാവം. കാനഡയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഏപ്രിൽ 2 മുതൽ 25% നികുതി ചുമത്താനുള്ള തീരുമാനം ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധത്തെയും വിപണിയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തീരുവ യുദ്ധത്തിന് പുറമെ കാനഡയെ 51ാം സംസ്ഥാനമാക്കുമെന്നും അതാണ് അവർക്ക് നല്ലതെന്നുമുള്ള ട്രംപിന്റെ ആക്ഷേപം നിലനിൽക്കവെയാണ് കാർണി കാനഡയുടെ പ്രധാനമന്ത്രി പദവിയിലെത്തുന്നത്. വൻതോതിൽ തീരുവ ഏർപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്ത കാർണി ശക്തി കുറഞ്ഞ അയൽവാസിയെ കൈക്കലാക്കാനാണോ US ശ്രമമെന്നും ചോദിച്ചു. US തങ്ങളോട് ആദരം കാണിക്കുന്നതുവരെ പകരച്ചുങ്കം ചുമത്തുമെന്നും മാർക്ക് കാർണി പ്രഖ്യാപിച്ചു. മാർക്ക് കാർണിയുടെ നയങ്ങൾ കഴിഞ്ഞ 9 കൊല്ലത്തെ ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്നാണ് കരുതുന്നത്. മുന്നാക്ക രാജ്യങ്ങൾ സ്വയം കടുത്ത കാലാവസ്ഥാ നയങ്ങൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഇന്ത്യയെപ്പോലുള്ള 3ാം ലോക രാജ്യങ്ങൾക്ക് കാർണി സ്വീകാര്യനാകുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഡൊണാൾഡ് ട്രംപ് അധിക ചുങ്കം ഏർപ്പെടുത്തിയതിന് പരിഹാരമായി ഇന്ത്യ, ബ്രസീൽ പോലുള്ള വികസ്വര രാജ്യങ്ങളോട് മാർക്ക് കാർണി കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ കാനഡ ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ പരിഹരിച്ച് ബന്ധം ശക്തിപ്പെടുത്തുമെന്നാണ് ലിബറൽ പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുക്കുന്നതിന് ഒരാഴ്ച മുൻപ് മാർക്ക് കാർണി പറഞ്ഞത്. ഖാലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജ്ജറിന്റെ വധത്തിന് പിന്നിൽ ഇന്ത്യയുടെ കൈകളുണ്ടെന്ന് ആരോപിച്ചാണ് ട്രൂഡോ ഇന്ത്യയുമായി ഇടഞ്ഞത്. എന്നാൽ ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും നിജ്ജറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു രേഖയും ഇന്ത്യക്ക് കൈമാറിയിട്ടില്ലെന്നും ട്രൂഡോയ്ക്ക് പിന്നീട് കനേഡിയൻ പാർലമെന്റിൽ തന്നെ സമ്മതിക്കേണ്ടി വന്നു. നിജ്ജർ വധത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസിന്റെ തലവൻ ഡാനിയൽ റോജേഴ്സ് അടുത്തയാഴ്ച ഇന്ത്യയിലെത്തുമെന്നത് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമമുണ്ട് എന്നതിന്റെ സൂചനയായി കണക്കാക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന പ്രതിരോധങ്ങൾക്ക് പുറമെ കാനഡയിൽ ഒക്ടോബറിൽ വരാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പും മാർക്ക് കാർണിക്ക് മുന്നിലുള്ള വെല്ലുവിളിയാണ്. ധനകാര്യ വിദഗ്ധനായ മാർക്ക് കാർണിക്ക് എത്രത്തോളം ജനപിന്തുണയുണ്ടെന്ന് ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പോടെ വ്യക്തമാകും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.